ഹലോ എല്ലാവർക്കും നമസ്കാരം. നമ്മളിന്ന് സംസാരിക്കാൻ പോണത് മറ്റൊന്നിനെ കുറിച്ചുള്ള ബിഗ് ബോസിനെ കുറിച്ചാണ് അല്ലേ. ഒരുപാട് നാളായിട്ട് നമ്മളിങ്ങനെ കാത്തിരിക്കുകയാണ്, വെയിറ്റ് ചെയ്ത് ഇങ്ങനെ ഇരിക്കുകയായിരുന്നു. സീസൺ 7 വേണ്ടിയിട്ട് മനസ്സ് നിറച്ചൊരു ഗ്രാൻഡ് ലോഞ്ച് തന്നെ സംഭവിച്ചിരിക്കുകയാണ്. എന്നെ സംബന്ധിച്ചിടത്തോളം ഇന്ന് ഭയങ്കര ഹാപ്പിയാണ്. കാരണം എല്ലാ പ്രാവശ്യവും ബിഗ് ബോസ് എൻ്റെ ലോഞ്ച് കാണുന്നതിനേക്കാളും ഒരുപാട് സാറ്റിസ്ഫൈഡ് ആയിട്ടുള്ള 2-3 ഫാക്ടേഴ്സ് ഇന്നിവിടെ സംഭവിച്ചിട്ടുണ്ടായിരുന്നു. ഒന്ന്, കണ്ടസ്റ്റൻസ്. കഴിഞ്ഞ സീസണിലൊക്കെ നമുക്ക് നോക്കിയാൽ അറിയാൻ പറ്റും, ഒരു 20 കണ്ടസ്റ്റൻസ് കയറി കഴിഞ്ഞാൽ അതിനകത്ത് കുറച്ചധികം പേര് പറയും ബിഗ് ബോസ് എനിക്ക് അറിയില്ല, ബിഗ് ബോസിൽ വിളിച്ച് വന്ന് പന്ത് കെട്ടി കളിക്കാനെന്നുള്ളൊരു ഗെയിമൊക്കെ ആയിട്ടാണ് ഞാൻ ഇങ്ങനെ കണ്ടാക്കണമെന്നൊക്കെ പറഞ്ഞാൽ കുറേ ടീംസ് നമ്മൾ കണ്ടിട്ടുണ്ടല്ലേ. അതിൽ നിന്നൊക്കെ വ്യത്യസ്തമായിട്ട് ബിഗ് ബോസിലോട്ട് കയറാൻ കാത്തിരുന്ന, അല്ലെങ്കിൽ ബിഗ് ബോസിലോട്ട് വരാൻ വേണ്ടിയിട്ട് അത്രത്തോളം ആഗ്രഹിച്ചിട്ടുള്ള കുറച്ചധികം കണ്ടസ്റ്റൻസിനെ നമുക്കിവിടെ കാണാൻ പറ്റി. അതെന്നെ സംബന്ധിച്ചിടത്തോളം ഒരുപാട് സന്തോഷം തന്നൊരു കാര്യമായിരുന്നു. അത് കണ്ടസ്റ്റൻസ് ആണെങ്കിൽ ലാലേട്ടനെ നമ്മൾ പലപ്പോഴും പല കോസ്റ്റ്യൂംസിലും ബിഗ് ബോസിൽ കണ്ടിട്ടുണ്ടെങ്കിലും നമ്മൾ ഏറ്റവും കൂടുതൽ മലയാളി പ്രേക്ഷകർക്ക് ലാലേട്ടൻ ഇഷ്ടം മുണ്ടും ഷർട്ടിലൊക്കെ തന്നെയാണല്ലേ. ആ വേഷത്തിൽ നിന്ന് ലാലേട്ടൻ എത്തിയപ്പോൾ എന്നെ സംബന്ധിച്ച് ഭയങ്കര എന്താ പറയുക, മനസ്സങ്ങ് നിറഞ്ഞൊരു വിഷ്വൽ ട്രീറ്റ് തന്നെയായിരുന്നു പുള്ളിയുടെ ആ ലുക്ക്. അതിനുശേഷം പറയുകയാണെങ്കിൽ അതിനേക്കാളേറെ സന്തോഷം തന്നൊരു കാര്യമാണ് നമ്മുടെ ബിഗ് ബോസ് ഹൗസ്. എന്താ പറയുക, ഒരു അടിപൊളി എന്ന് വെച്ചാൽ അടിപൊളി സംഭവമായിരുന്നു. ആ ബിഗ് ബോസ് ഹൗസിനകത്ത് ഞാൻ ഏറെ കാത്തിരുന്നതും കാണാനായിട്ട് ആഗ്രഹിച്ചിരുന്നതും ജയിലായിരുന്നു. നമുക്കറിയാം കഴിഞ്ഞ വർഷങ്ങളൊക്കെ എല്ലാം ജയിലെന്ന് പറഞ്ഞാൽ എനിക്കൊരു സുഖവാസ കേന്ദ്രമായിട്ടാണ് തോന്നിയിട്ടുള്ളത്. കാരണം അവരത്രയും നേരം ചെയ്ത പണികളൊന്നും ചെയ്യാണ്ട് വെറുതെ പോയി ഇരിക്കുക, കിടക്കുക, വേറെ മറ്റുള്ളവരുടെ കാര്യത്തിലൊന്നും പോയി തലയിടണ്ട, അവർക്കുള്ള സ്ക്രീൻ സ്പേസ് അവിടെ തന്നെ കിട്ടും. വളരെ ഏറ്റവും കംഫർട്ടായിട്ടുള്ളൊരു സാധനം ആയിട്ടാണ് എനിക്ക് ജയിൽ ഫീൽ ചെയ്തിട്ടുണ്ടായിരുന്നത്. ശരിക്കും പറഞ്ഞാൽ ജയിൽ എന്താണെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ നമ്മളൊരു തെറ്റ് ചെയ്തിട്ട് ആ തെറ്റിനുള്ള ശിക്ഷ, അല്ലെങ്കിൽ മറ്റുള്ളവരാൽ നമ്മൾ അവിടെ പോവുകയാണ്, അപ്പം അതിനൊരു ശിക്ഷ നമ്മൾ എന്തായാലും അനുഭവിക്കണം. അതൊക്കെ അനുഭവിച്ച് ആ ഒരു ദിവസം ഒരിത്തിരി നരക ജീവിതം ജീവിച്ച് പുറത്തോട്ട് വരുമ്പോഴാണ് ആ ഒരു ജയിലിൽ നിന്നുള്ളൊരു എന്താ പറയുക കൺസെപ്റ്റിന് കുറച്ച് മൂല്യം ഉണ്ടാവുള്ളൂ എന്ന് എനിക്ക് തോന്നുന്നു. മൂല്യം എന്നുള്ള വാക്കോട് ഉപയോഗിക്കാൻ പറ്റുമെന്ന് എനിക്കറിയില്ല, പക്ഷെ ആ ഒരു കൺസെപ്റ്റ് ശരിയാവണമെന്നുണ്ടെങ്കിൽ അങ്ങനെ വേണമെന്ന് എനിക്ക് തോന്നുന്നുണ്ട്. എന്നെ സംബന്ധിച്ച് ഈ പ്രാവശ്യത്തെ ബിഗ് ബോസിൻ്റെ ജയിലിൻ്റെ ഒരു ആംബിയർ പൊളിയായിരുന്നു എന്ന് വെച്ചാൽ പൊളിയായിരുന്നു. ആ ഒരു ചരിഞ്ഞിട്ടുള്ളൊരു രീതിയും അതിൻ്റെ ഉള്ളിൽ മേ ബി അത് കട്ടിലിനുള്ളൊരു സംഭവം ആയിരിക്കണം ആ ചരിച്ചിങ്ങനെ കൊടുത്തേക്കണേ. അത് കട്ടിലാണെന്നുണ്ടെങ്കിൽ, അതായത് അവരൊരു കിടന്നുറങ്ങാതെ ആ ഒരു പൊസിഷനിലാണ് ഉറങ്ങാനുള്ളൊരു സംവിധാനം അവർക്ക് കൊടുക്കുന്നതെങ്കിൽ ആ തട്ടിപ്പൊളി ഒരു തീമാണെന്ന് ഞാൻ പറയും. കാരണം ജയിലിൽ പോകാനായിട്ട് നമുക്ക് മുൻ സീസണിലൊക്കെ ഒന്ന് നോക്കി, നമ്മൾ എന്തെങ്കിലുമൊക്കെ തെറ്റ് ചെയ്തിട്ടുണ്ടെങ്കിൽ ഇങ്ങനെ ഇരുന്ന് സംസാരിക്കുന്ന സമയത്ത് ജയിലിൽ പോകണമെന്ന് ഭയങ്കര ആഗ്രഹിക്കുക. തെറ്റ് ചെയ്താൽ എന്നൊന്നാക്കി തന്നെ ജയിലിലോട്ടെന്ന് പറഞ്ഞിരിക്കുന്നവരുണ്ട്. അവിടെ ചെന്ന് എന്താ സ്ക്രീൻ സ്പേസ് അവർക്ക് അത്രയും കിട്ടുമെന്ന് വിശ്വസിക്കുന്നവരും, അതുപോലെ തന്നെ നല്ല പിള്ള ചമ്മയാണ് സാക്രിഫൈസിങ്, അത് നീ ചെയ്ത തെറ്റിന് ഞാൻ ശിക്ഷ അനുഭവിച്ചോളാം എന്നൊക്കെ പറഞ്ഞിട്ട് ജയിലിൽ പോയി കിടന്നവരൊക്കെ ഉണ്ട്. ആ ഒരു കൺസെപ്റ്റ് മാറണം. ഓരോ നിമിഷം ഓരോടെ ജീവിക്കുമ്പോൾ ഈ ആഴ്ചയുടെ അവസാനം മോശം ആളായിട്ട് ഞാൻ അവിടെ എത്തപ്പെടുമെന്നുള്ളൊരു ചിന്ത അവർക്ക് ഉണ്ടാവണം. അല്ലെങ്കിൽ ഒരു തെറ്റ് ചെയ്താൽ ഒരു ശിക്ഷ ഞാൻ ഈ ദിവസം ഇവിടെ ഈ നരക ജീവിതം അനുഭവിക്കേണ്ട വരുമെന്നുള്ളൊരു എന്താ പറയുക കറക്റ്റായിട്ടുള്ളൊരു തോട്ട് അവർക്ക് വരികയാണെന്നുണ്ടെങ്കിൽ മികച്ചൊരു മത്സരം നമുക്ക് കാഴ്ചവെക്കാൻ പറ്റും. കാരണം ഈ വാഴകളായിട്ടിരിക്കുന്ന കുറേ അധികം പേര് ബിഗ് ബോസിനകത്ത് എല്ലാ സീസൺസിലും ഉണ്ടായിട്ടുണ്ട്. നല്ല ആരോഗ്യവും നല്ല ഇതും പിന്നെ ക്യൂട്ട്നെസ് വാരിയിട്ടൊക്കെ ഈ എന്താ പറയുക നിന്ന് വരാലി പോലെ ഉഴപ്പി പോണ കുറേ എണ്ണങ്ങളുണ്ട്. അവർക്കൊക്കെ വരാൻ പറ്റുന്ന, അല്ലെങ്കിൽ അവരൊക്കെ അർഹിക്കുന്ന ഒരു സ്ഥാനമാണ് ഈ ജയിൽ. അവിടെ വന്ന് ഇനി ഈ വാഴയായിട്ടും ക്യൂട്ട്നെസ് വാരിയിട്ടും ജീവിക്കുന്നവർ, അത് ബിഗ് ബോസിൽ ജീവിക്കുന്നവരുടെ അതങ്ങ് മാറിക്കിട്ടും. ഇത് പറയാനുള്ള പോയിന്റ് എന്ന് വെച്ചാൽ ഇങ്ങനെ ഇരിക്കുന്നവരെ അതിലോട്ട് എത്തിക്കാൻ കണ്ടസ്റ്റൻസ് നോക്കും. അത്രയും ക്രൂഷ്യലാണ് അതിനകത്ത് ബിഗ് ബോസിനകത്ത് ജയിലെന്ന് പറഞ്ഞാൽ ആ ഒരു റൂമിനുള്ളത്. എന്നെ സംബന്ധിച്ച് എൻ്റെ കാഴ്ചപ്പാടാട്ടോ പറയുന്നത്. അതെന്തായാലും ഈ പ്രാവശ്യം അടിപൊളിയായിട്ട് തന്നെയാണ് എനിക്ക് ഫീൽ ചെയ്തത്. ആ ചരിഞ്ഞുള്ള കട്ടിലിൽ അവർക്ക് ഉറങ്ങാനുള്ളൊരു സ്പേസ്, അല്ലെങ്കിൽ ഉറങ്ങാനുള്ളൊരു കാര്യം അവിടെയാണെന്നുണ്ടെങ്കിൽ അത് പൊളിക്കും എന്നാണ് എൻ്റെ വിശ്വാസം. അതുപോലെ തന്നെ ഈ പ്രാവശ്യത്തെ കണ്ടസ്റ്റൻസ്, ഒരുപാട് കണ്ടസ്റ്റൻസ് വന്നിട്ടുണ്ട്. ഈ കണ്ടസ്റ്റൻസ് മിക്കവരും ബിഗ് ബോസ് കണ്ട് വിലയിരുത്തി ഇതിനകത്ത് പാർട്ടിസിപ്പേറ്റ് ചെയ്യണം എന്ന് ഉറപ്പിച്ച് ആഗ്രഹിച്ച് വന്നിട്ടുള്ളവരാണ്. അത് അവരുടെ ഓരോ വാക്കുകളിലും നമുക്ക് എടുത്തെടുത്ത് കാണാൻ പറ്റും. ആരും
ജസ്റ്റ് ഒരു ടൈം പാസിന് വേണ്ടി വന്നതായിട്ട് എനിക്ക് തോന്നുന്നില്ല. അവരുടെ ഇൻട്രോയിൽ നമുക്ക് അങ്ങനെ ഫീൽ ചെയ്യുന്നില്ല. അതുപോലെ തന്നെ അവർക്കറിയാം ഈ ഒരു പ്ലാറ്റ്ഫോമിന് ഒരു ഗുണമുണ്ട്. ഇപ്പോൾ ചിലവർ ആക്ടേഴ്സ് ആയിരിക്കാം, ചിലവർ ഗായകരായിരിക്കാം, മറ്റ് ഫീൽഡിലുള്ളവരായിരിക്കാം. പക്ഷേ അവരൊരു ലിമിറ്റഡ് ആയിട്ടുള്ള ആൾക്കാരിലോട്ടായിരിക്കും എത്തിയേക്കുന്നത്. പക്ഷേ ഈ ഒരു പ്ലാറ്റ്ഫോമിൻ്റെ പ്രത്യേകത എന്ന് വെച്ചാൽ ഇത് എല്ലാവർക്കും അറിയാം, ഇത് ഒരുപാട് രാജ്യങ്ങളിലുള്ളതാണ്. നമ്മുടെ ഹിന്ദിയിലൊക്കെ ഇതിൻ്റെ സീസണൊക്കെ ഹിറ്റാണ്. നമ്മുടെ ഇവിടെ 7ാമത്തെ ആയിട്ടുള്ളൂ. പക്ഷേ നമ്മുടെ ഇവിടുത്തെ ജനങ്ങളിലോട്ട് എത്തിച്ചെല്ലാൻ പറ്റുന്ന ഏറ്റവും നല്ലൊരു പ്ലാറ്റ്ഫോമാണ് ബിഗ് ബോസ്. അവരുടെ കഴിവും അവരറിയാൻ ഈ 3.5 കോടി ജനങ്ങൾ, 4 കോടി വരുന്ന ജനങ്ങളിലോട്ട് ഇവരെങ്ങനെ വന്നാലും ഇവരുടെ പേര് ഈ ഇത്രയും ദിവസത്തിനുള്ളിൽ വന്ന് വീഴും. നമ്മളെ പോലുള്ളവർ ഒരു തവണയെങ്കിലും ഇവരെ കാണുകയോ കേൾക്കുകയോ ഒക്കെ ചെയ്യും. ഇവരെ ഐഡൻറ്റിഫൈ ചെയ്യും. അതാണ് ഈ പരിപാടിയിലുള്ള ഏറ്റവും ഒരു ഗുണം. അപ്പോൾ അതിനൊക്കെ ഉള്ളൊരു സ്പേസ് നല്ല രീതിയിൽ യൂട്ടിലൈസ് ചെയ്യാനായിട്ടാണ് കുറേ പേര് വന്നേക്കുന്നത്. അവർ ഇൻ്റർവ്യൂവിൽ എന്ന് പറയുന്നുണ്ട്. ബാക്കിയെല്ലാം അവർ പെർഫോമൻസ് ചെയ്യണതിനനുസരിച്ചാണ്. അപ്പോൾ ഇതൊക്കെയാണ് എന്നെ സംബന്ധിച്ചിടത്തോളം ഇത് ഭയങ്കര ഒരു സാറ്റിസ്ഫൈങ് ആണ് എന്ന് പറയാനുണ്ടായ കാര്യം. ഇതിനകത്ത് കണ്ടസ്റ്റൻസ് വന്നിട്ടുണ്ട്. കണ്ടസ്റ്റൻസിൻ്റെ പേര് വായിക്കുമ്പോൾ തെറ്റിട്ടുണ്ടെങ്കിൽ പറയണേ. കാരണം നമ്മളിവിടെ KSBക്കാർ ചതിച്ചിട്ടുണ്ടായിരുന്നു. നമുക്ക് കറക്റ്റ് നമ്മളിങ്ങനെ വെയിറ്റ് ചെയ്ത് നിൽക്കുമ്പോൾ കറക്റ്റ് 6:50 തുടങ്ങിയിട്ട് കറണ്ട് പോകാൻ തുടങ്ങി. അതിങ്ങനെ കണ്ടിന്യൂസ് പോകുന്നുണ്ടായിരുന്നു. നമ്മൾ അതിനിടയ്ക്ക് ജിയോ ഹോട്ട്സ്റ്റാറിലൊക്കെ ഇരുന്ന് കണ്ടിട്ടാണ്. ജിയോ ഹോട്ട്സ്റ്റാറിലും കണ്ടു, ഇതിലും കണ്ടു. പക്ഷെ നമുക്ക് ഷൂട്ട് ചെയ്യുന്ന രാത്രി ഒരു 11 മണിക്ക് ശേഷം ഷൂട്ട് ചെയ്യുകയാണ്. അപ്പോൾ എന്തെങ്കിലും ഒരു അപാകത ഉണ്ടെന്നുണ്ടെങ്കിൽ നിങ്ങൾ ക്ഷമിക്കുക. ഇതെൻ്റെ ആദ്യത്തെ ഒരു റിവ്യൂ ആണ്. ഞാൻ ഒരുപാട് ഇഷ്ടത്തോടെ ചെയ്യുന്നൊരു കാര്യമാണ്. കാരണം എനിക്ക് ബിഗ് ബോസ് അത്ര ഇഷ്ടമാണ്. സത്യം പറഞ്ഞാൽ ബിഗ് ബോസിലൊരു കണ്ടസ്റ്റൻ്റ് ആവണമെന്ന് ഒരുപാട് വർഷങ്ങൾ മുന്നേ തുടങ്ങി ആഗ്രഹിക്കുന്ന ഒരാളാണ്. അപ്പോൾ എന്തായാലും ഈ കണ്ടസ്റ്റൻസിൻ്റെ പേരൊക്കെ ഒന്ന് വായിക്കാം. അനീഷ്, അനുമോൾ, ആര്യൻ, പിന്നെ നമ്മുടെ സരിക, അക്ബർ ഖാൻ, RJ ബെൻസി, ഒനിയൻ സാബു, ബെന്നി സെബാസ്റ്റ്യൻ, അഭിലാഷ്, റന ഫാത്തിമ, മുൻഷി രഞ്ജിത്ത്. പിന്നെ ഈ പേര് എനിക്ക് അത്ര വലിയ പിടുത്തം കിട്ടിയിട്ടില്ല. എന്തൊരു തക്ര, ഒരു ഹിന്ദി പെൺകുട്ടിയില്ല. എൻ്റെ പേരൊന്ന് കറക്റ്റായിട്ട് എനിക്ക് പറഞ്ഞേ. ഡിസയർ തക്ര എന്നാണെന്ന് തോന്നുന്നു കേട്ടോ. ഷാരിക, ഷാനവാസ്, നവീൻ, ആദിയ നൂർ, ശൈത്യ, രേണുസുതി, അതുപോലെ തന്നെ അപ്പാനി, ശരത്ത്. എന്തുകൊണ്ടിട്ടാണ് ഞാൻ ഇവരുടെ പേരുകൾ ഇങ്ങനെ വായിച്ചു പോയെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ നമുക്ക് വേണമെങ്കിൽ ഇവരുടെ പ്രൊഫഷനൊക്കെ പറയാം, അല്ലെങ്കിൽ ഇവർ ഇന്ന സ്ഥലത്ത് ഇന്ന പോലെയാണ് ജീവിച്ചിരുന്നതൊക്കെ പറഞ്ഞ് നമുക്ക് വേണമെങ്കിൽ വീഡിയോയുടെ ലെങ്ത്ത് വിടാം. പക്ഷേ ഞാനിവിടെ കൺസിഡർ ചെയ്യുന്ന കാര്യം എന്ന് വെച്ചാൽ ഇവർ ബിഗ് ബോസ് വീട്ടിലോട്ട് ലാലേട്ടൻ്റെ മുന്നിലെത്തിയ ആ നിമിഷം മുതൽ ഞാൻ ഇവരെല്ലാവരും ബിഗ് ബോസ് കണ്ടസ്റ്റൻ്റായിട്ട് മാത്രമാണ് കാണുന്നത്. ബിഗ് ബോസ് കണ്ടസ്റ്റൻസ്. അതിൽ ഏജ് ഡിഫറൻസ് ഇല്ല, ലിംഗവ്യത്യാസം ഇല്ല, ഒന്നുമില്ല. ഇവരുടെ ജീവിത രീതിയില്ല. അതായത് ഇവർ ഈ സീസണിന് മുന്നേ, അതായത് ഇവർ ഈ എപ്പിസോഡിന് മുന്നേ എന്തായിരുന്നു ഇവർ എന്നുള്ളത് ഞാൻ ചിന്തിക്കുന്നില്ല. ഇപ്പം അതിനകത്ത് കോൺട്രവേഴ്സി ഉണ്ടാക്കിയിട്ട് അകത്ത് പോയവരുണ്ട്. അനുമോളെ പോലെ പ്രേക്ഷകരുടെ പ്രീതി നേടിയിരിക്കുന്നവരുണ്ട്. ഇൻഫ്ലുവേഴ്സേഴ്സ് അങ്ങനെ തന്നെയല്ലേ പറയാം, അതുണ്ട്. അതുപോലെ തന്നെ നമ്മുടെ ഈ പറയുന്ന പല കാറ്റഗറീസിലുള്ള ആൾക്കാരുണ്ട്. ഞാൻ അതിനെല്ലാം വിടുകയാണ്. എന്നെ സംബന്ധിച്ചിടത്തോളം ഇന്ന് അവർ ആ വീട്ടിലോട്ട് എൻ്റർ ആയത് നിമിഷം തുടങ്ങി അവരെല്ലാം ബിഗ് ബോസ് കണ്ടസ്റ്റൻസ് മാത്രമാണ്. അപ്പോൾ ഇന്ന് ഈ ബിഗ് ബോസ് കണ്ടസ്റ്റൻസായിട്ട് BB ഹൗസിൽ കയറിയ എല്ലാവർക്കും എൻ്റെ എല്ലാവിധ ആശംസകളും. നിങ്ങൾ അടിപൊളിയായിട്ട് കളിക്കുക. നിങ്ങളുടെ കഴിവുകളും നിങ്ങളെ തിരിച്ചറിയാൻ പറ്റുന്ന ഒരു പ്ലാറ്റ്ഫോമാണ്. അത് യൂട്ടിലൈസ് ചെയ്യാം. ഇതൊരിക്കലും അവർ കേൾക്കില്ല ഇപ്പോൾ, എന്നാലും പറയാണ്. എന്നെപ്പോലുള്ള ഒരുപാട് പേര് ആഗ്രഹിക്കുന്നുണ്ട് കോമണറായിട്ടൊക്കെ കയറാമെന്ന് വെച്ചാൽ ഒരിക്കലും പറ്റില്ല. ഞാനിപ്പോൾ ഫോർ എക്സാമ്പിൾ പറയാം, ഒരു 200 പേര് ബിഗ് ബോസിൻ്റെ കോമണറായിട്ട് കയറാനായിട്ട് ആഗ്രഹിക്കുന്നുണ്ടെന്ന് എനിക്ക് ഭയങ്കരമായിട്ട് ആഗ്രഹിക്കുന്നു. 200 ഒന്നല്ല, ഒരുപാട് പേരുണ്ടാവും. പക്ഷേ 200 പേര് ഒരു സീസണിൽ 2 പേരെ വെച്ച് കയറ്റിയപ്പോൾ ഈ 200 പേര് കംപ്ലീറ്റ് ചെയ്യാൻ തന്നെ ഒരുപാട് വർഷങ്ങളെടുക്കും. അന്നൊക്കെ ചിലപ്പോൾ നമുക്ക് പോകാൻ പറ്റുന്നൊരു കണ്ടീഷനിൽ പോലെ ആവണമെന്നില്ല. അപ്പോൾ ഈ കിട്ടിയേക്കുന്ന ആൾക്കാർ അതിൻ്റെ വാല്യൂ എത്രത്തോളം ആണെന്ന് മനസ്സിലാക്കുക. കാരണം ഒരു പ്ലാറ്റ്ഫോം കിട്ടുകയെന്ന് വെച്ചാൽ നിസ്സാര കാര്യമല്ല. അതിൻ്റെ വാല്യൂ അറിഞ്ഞ് തന്നെ കളിക്കുക. അല്ലാണ്ട് മരവാഴയായിട്ടിരിക്കാനോ മരപ്പൊട്ടനായിട്ടിരിക്കാനോ കോംബോ കളിക്കാനോ അല്ല. കോംബോസൊക്കെ എല്ലാവർക്കും ഇഷ്ടമാവും. നമ്മൾ ഈ സീസൺ പ്രമോസൊക്കെ നോക്കിയാൽ അറിയാൻ പറ്റും കുറേ കാര്യങ്ങൾ ഇവരെ തന്നെ പൊളിച്ചെടുക്കുന്നുണ്ട്. ഇപ്പോൾ ലാലേട്ടനെ പറയുന്നുണ്ട്, മേക്കേഴ്സിനെ പറയുന്നുണ്ട്, അതുപോലെ തന്നെ മുൻ കണ്ടസ്റ്റൻസിനെയൊക്കെ നമ്മൾ ഇങ്ങനെ ഓരോ പ്രമോയിലും കാണാൻ പറ്റും. ഇപ്പോൾ വാഴ എന്ന് പറയുമ്പോൾ തന്നെ നമ്മുടെ മുന്നിലോട്ട് ആദ്യത്തെ സീസൺ തുടങ്ങി സീസൺ 6 വരെയുള്ള കുറേ പേരുകൾ ഓർമ്മ വരും. ലവ് കോംബോ, ഫേക്ക് കോംബോ, അല്ലെങ്കിൽ ഡ്രാമ ക്യൂൻ, അല്ലെങ്കിൽ അങ്ങനെ കുറേ കാർഡുകൾ ലാലേട്ടൻ പറയുമ്പോൾ നമ്മുടെ ഉള്ളിലോട്ട് ഒരുപാട് പേരിങ്ങനെ കടന്നു പോയല്ലേ. ശരിക്കും ഒന്ന് ആലോചിച്ച് നോക്ക്.
അപ്പോൾ അവർ കളിച്ചേക്കുന്ന കളി അത്രയേ ഉള്ളൂ എന്നല്ലേ നമുക്ക് വിലയിരുത്താൻ പറ്റുക. ഒരു വാഴയാണ് ഞാൻ, അല്ലെങ്കിൽ വാഴയായിരുന്നു ഞാൻ എന്നറിയുന്ന ഒരു മത്സരാർത്ഥി ശരിക്കും എന്നെ സംബന്ധിച്ചിടത്തോളം എന്താ പറയുക, അങ്ങനെ ആവാൻ പാടില്ലായിരുന്നു എന്ന് തോന്നുന്നുണ്ട്. ഇപ്പോൾ റോൺസന്റെ ഒക്കെ ഈ സീസണിനകത്തൊക്കെ ഒരുപാട് കാര്യങ്ങൾ ചെയ്യാൻ പറ്റുന്ന ഒരാളായിരുന്നു റോൺസനൊക്കെ, പക്ഷെ ഒന്നും ചെയ്യാതെ നിന്ന് പോവുകയാണ്. ഇപ്പോൾ സായി ആണെങ്കിലും അങ്ങനെ ഒരുപാട് പേര് നമ്മൾ വൻ പ്രതീക്ഷയോടെയൊക്കെ നിന്നിട്ട് ഒന്നും അല്ലാതാക്കി കളഞ്ഞിട്ടുണ്ട്. അപ്പോൾ നമുക്കിങ്ങനെ നാളെ ഒരു പ്രമോ വരുമ്പോൾ ഇന്നത്തെ കണ്ടസ്റ്റൻസ് ഓർക്കുക, ബെസ്റ്റ് പെർഫോമൻസ് മാത്രമാണ്. ഇപ്പം നമ്മൾ പറയില്ലേ, ഒരു ലവ് കോംബോ കളിച്ചു, ആ ഒരു പർട്ടിക്കുലർ ടൈമിനകത്ത് അത് ഭയങ്കര വൈറലാവും, മറ്റു കാര്യങ്ങളൊക്കെ ആവും. പക്ഷെ നിങ്ങൾ എഴുതി വെച്ചോ, ആ സീസൺ കഴിയുന്നോടെ ഒരു നന്മവരം കളിച്ചാലും, നിങ്ങളൊരു കോംബോ കളിച്ച് വെറുതെ ഫേക്കായിട്ട് നിന്നാലും, അതുപോലെ തന്നെ നിങ്ങളൊന്നും ചെയ്യാതെ നിന്നാലൊക്കെ നിങ്ങളെ ചിലപ്പോൾ ആ സമയത്ത് സപ്പോർട്ട് ചെയ്യുന്ന ഒരു പറ്റം ആരാധകരുണ്ടെന്ന് വിചാരിക്കും. എഴുതി വെച്ചോ, അടുത്ത സീസണിൽ ഈ കാർഡുകളിലൊക്കെ വന്ന പേരുകൾ നിങ്ങളുടേതായിട്ട് മാറും. അവിടെ നിങ്ങൾ ഒരു കളിയും കളിച്ചിട്ടില്ല എന്നുള്ള കാര്യം കമൻറ്റ് സെക്ഷൻ നോക്കിയാൽ നിങ്ങൾക്ക് മനസ്സിലാവും. ഏതെങ്കിലും ഒരാൾ കഴിഞ്ഞതിൻ്റെ മുന്നത്തെ പ്രാവശ്യമൊക്കെ വന്നിട്ടുള്ള നമ്മുടെ മനസ്സിനകത്ത് പല പേരുകൾ അറിയപ്പെടുന്ന ആൾക്കാരെ ജസ്റ്റിഫൈ ചെയ്തിട്ടുള്ള ഒരു കമൻറ്റെങ്കിലും നിങ്ങൾ കണ്ടിട്ടുണ്ടോ? ഒരിക്കലും കാണില്ല. കാരണം ആ കോമ്പോസ് ആണെങ്കിലും ശരി, മറ്റു കാര്യങ്ങളാണെങ്കിലും ശരി, അവരുണ്ടാക്കുന്ന ഇമ്പാക്റ്റ് അത്ര നാളേക്കുള്ളൂ. പക്ഷേ ഒരു ജെന്യുവനായിട്ട് കളിച്ചിട്ടുള്ളൊരു കണ്ടസ്റ്റൻസ്, ആ പേരുകൾ നമ്മൾ ഉറപ്പായിട്ടും പറയും. ഇപ്പം ലക്ഷ്മി പ്രിയ നമ്മൾ ഉറപ്പായിട്ടും പറയുന്ന പേരാണ്. റിയ സലീം, എന്തൊക്കെ സീസൺ തോന്നാലും നമ്മൾ പറയും. ഡോക്ടർ റോബിൻ, അതുപോലെ തന്നെ ബ്ലെസ്ലി, അങ്ങനെ ഒരുപാട് പേരുണ്ട്. രഞ്ജിനി, എന്താ പറയുക, അങ്ങനെ ഒരുപാട് പേരെ നമ്മുടെ ഉള്ളിലോട്ട് ദ ബെസ്റ്റ് പ്ലെയേഴ്സായിട്ട് വരും. ഈ പ്ലെയേഴ്സ് ആവാൻ ശ്രമിക്കുക. കയറുന്ന ഓരോരുത്തരും ആ ഒരു രീതിയിലോട്ട് എത്താൻ ശ്രമിക്കുക. അപ്പോൾ എന്തായാലും ഒരു ഗെയിം ഉണ്ടായിരുന്നു ബിഗ് ബോസിനകത്ത്. ആ ഗെയിം എനിക്ക് അത്ര ഇഷ്ടപ്പെട്ടില്ല. അതിനകത്ത് 3 വിജയികളുണ്ടായിരുന്നു. എന്താ പറയുക, RJ ബിൻസി ഉണ്ടായിരുന്നു, അതുപോലെ തന്നെ നമ്മുടെ ഷാനവാസ് ഉണ്ടായിരുന്നു, ആര്യൻ ഉണ്ടായിരുന്നു. ഈ ഗെയിമിനകത്ത് വിൻ ചെയ്തവർക്ക് അവരുടെ ഡ്രസ്സിൻ്റെ ഒരു ബോക്സ് കറക്റ്റായിട്ട് കൊടുത്തിട്ടുണ്ട്. ഇവരുടെ സാധാരണ സീസണിലൊക്കെ എല്ലാം കൊണ്ടുവന്ന് അവരുടെ കയ്യിൽ കൊടുക്കും. ഈ സീസണിൽ അങ്ങനെ കൊടുത്തിട്ടില്ല. ഈ ഓരോ പെട്ടിയെ കൊടുത്തിട്ടുള്ളൂ. ഈ പെട്ടിയിൽ തന്നെ അവർക്ക് ആവശ്യമുള്ള ഒരു സാധനങ്ങളും അങ്ങനെ ഓർഡറായിട്ടില്ല. അപ്പോൾ ഈ ജയിച്ചവരുടെ കയ്യിനകത്ത് ഒരു ബാൻഡ് ഉണ്ട്. ഈ ബാൻഡ് മേടിക്കാനുള്ള, അതായത് ഈ ബാൻഡ് കിട്ടുന്നവന് ഇവരുടെ പെട്ടി കിട്ടും. അതുപോലെ തന്നെ ബാൻഡ് നഷ്ടപ്പെടുത്തിയവന് ഈ പെട്ടി പോവുകയും ചെയ്യും. അതാണ് ഒരു നാളത്തെ ഒരു ഫസ്റ്റ് ഗെയിമായിട്ട് ഇതിനകത്തോട് വന്നേക്കുന്നത്. ഉറപ്പായിട്ടും നല്ല ഗെയിമാണ്. ഇടിവീഴും, കോൺഫ്ലിക്റ്റ് ഉണ്ടാവും. നമ്മൾ ഇഷ്ടപ്പെടുന്ന അല്ലെങ്കിൽ നമ്മൾ കാണാൻ ആഗ്രഹിക്കുന്ന എല്ലാ കാര്യങ്ങളും നാളത്തെ എപ്പിസോഡിൽ ഉണ്ടാവും എന്നുള്ളൊരു പൂർണ്ണ വിശ്വാസമുണ്ട്. കാരണം ഒരു എന്താ പറയുക, പ്രമോദ് മറ്റേ സാധനത്തിലൊന്നും ഭയങ്കര ഇടിയും കാര്യങ്ങളൊന്നും കാണിച്ചല്ല. പക്ഷേ ഒരു മത്സര ബുദ്ധി ഫസ്റ്റ് ഇതിൽ തന്നെ ഗെയിമിൽ തന്നെ ഇട്ട് കൊടുത്തിട്ടുണ്ട്. അതെന്തായാലും നല്ലതായിട്ട് തന്നെ വരട്ടെ. അപ്പോൾ നിങ്ങളെപ്പോലെ തന്നെ ഞാനും കാത്തിരിക്കുകയാണ് ബിഗ് ബോസിൻ്റെ ഓരോ നിമിഷത്തിനായിട്ടും. അപ്പോൾ താങ്ക് യു ഫോർ വാച്ചിങ് മീ. പിന്നെ ഒരു കാര്യം, അഭ്യർത്ഥനയാണ്, ഞാൻ ആദ്യമായിട്ടാണ് ഒരു ചാനൽ സ്റ്റാർട്ട് ചെയ്തിട്ട് കുറച്ച് ദിവസങ്ങളേ ആയിട്ടുള്ളൂ. നമുക്ക് വ്യൂവേഴ്സും അതുപോലെ തന്നെ സബ്സ്ക്രൈബേഴ്സും ലൈക്കൊക്കെ ആവശ്യമുണ്ട്. അപ്പോൾ എൻ്റെ വീഡിയോ കാണുന്ന ഓരോരുത്തരും പ്ലീസ് സബ്സ്ക്രൈബ് ആൻഡ് ലൈക്ക് ആൻഡ് കമൻറ്റ്. നിങ്ങളുടെ ഓരോ ലൈക്കും കമൻറ്റുമാണ് മുൻപോട്ടുള്ള എൻ്റെ യാത്രയിൽ എനിക്ക് പ്രചോദനമാകുന്നത്. ഓരോ വീഡിയോ ചെയ്യുമ്പോഴും അല്ലെങ്കിൽ ചെയ്യാനായിട്ടുള്ള എൻ്റെ ഓരോ കരുത്തും നിങ്ങൾ തരുന്ന ഓരോ സബും ഓരോ ലൈക്കും നിങ്ങൾ തരുന്ന വാച്ച് അവറൊക്കെ തന്നെയാണ്. അപ്പോൾ എന്തായാലും താങ്ക് യു ഫോർ വാച്ചിങ് മീ. അപ്പോൾ നാളത്തെ എപ്പിസോഡിൻ്റെ റിവ്യൂ ആയിട്ട് കാണാം. ബൈ ടാറ്റാ, സി യു.